ഏതൊക്കെ കിളികളാണ് പറക്കുന്നത് നമ്പര് മാത്രം അറിയാം. അയ്യോ, റോഡ് തീർന്നല്ലോ. നമ്മുടെ നാട്ടിൽ വയലറ്റും മഞ്ഞയും കോളാഞ്ചുള്ളും, ഇവിടെ പലതരത്തിലുള്ള കോളാഞ്ചും ഉണ്ടല്ലോ. ഹലോ മച്ചാമാരെ, എൻ്റെ പേര് ജിഷ്ണു. സി സംഭ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ മച്ചാന്മാർ 2 ആഴ്ച കൂടി നമ്മൾ ഇന്ന് വീണ്ടും സൈക്കിൾ ഓടാൻ വേണ്ടി പോകാട്ടോ. 2 ആഴ്ചയായി നമ്മൾ സൈക്കിൾ ഇറക്കിയിട്ട് രാവിലെ സൈക്കിൾ ഓടാൻ വേണ്ടി പോയിട്ട് 2 ആഴ്ച ആയിട്ടോ. പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ആഴ്ച സൈക്കിൾ എടുക്കായിരുന്നു. അപ്പോൾ എന്താ ഇപ്പോൾ എല്ലാം ശരീരമെല്ലാം ഓക്കെ സെറ്റായി, എല്ലാം അസുഖങ്ങളെല്ലാം മാറി, ശരീരം ഉഷാറായി വന്നിട്ടുണ്ടോ. അപ്പോൾ അത് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ ഉണ്ടല്ലേ. അത്യാവശ്യം നേരമൊക്കെ വെളുത്തു, ഒത്തിരി ഇരുട്ടില്ല. അപ്പം എണീറ്റപ്പോൾ ലേറ്റായി പോയി, നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം ബാഗ്, ജാക്കറ്റ്, എല്ലാം ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ചെറുക്കനെ തുടച്ച് വൃത്തിയാക്കി എല്ലാം കിടിലാക്കി എണ്ണം കാച്ചിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളന്ന് മേടിച്ച ഹെഡ്ലൈറ്റ്. ഇത് മഞ്ഞ ലൈറ്റാണ്, കുറേ ലൈറ്റ് കത്തു കേട്ടോ. ഇത് സാധാ ലൈറ്റ് ബ്രൈറ്റ്, ഇത് യെല്ലോയും ഇത് ബ്ലിങ്കി അടിക്കുന്ന സംഭവം, ഇതെല്ലോ മാത്രം. അങ്ങനെയാട്ടോ സെറ്റപ്പ്. പിന്നെ നമ്മൾ മൊബൈൽ ഹോൾഡർ ഓർമ്മ മേടിച്ചായിരുന്നു, കണ്ടില്ലായിരുന്നു, ഇന്ന് കാണിച്ചായിരുന്നു. പിന്നെ ബാഗ് എടുത്തിട്ടുണ്ട്, ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്ലൂക്കോസോളാണ്. ബാക്കിൽ നമ്മൾ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ ടെയിൽ ലാമ്പ്, ബാക്കിൽ വ്യൂട്ടിങ്ങിലാട്ടോ. ഇതിനകത്തും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെയുണ്ട് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഓർമ്മയുണ്ട്, പിന്നെ ഓഫ്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഓർണം, പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ അതെ. നമ്മൾ സൈക്കിൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി പോകണം. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു ലോങ് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 10-50 കിലോമീറ്റർ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ 100 കിലോമീറ്റർ അടുത്ത് ഉണ്ടാവും. കാരണം ഇങ്ങനെ വളഞ്ഞു ചുറ്റി പോകുമ്പോൾ ഏതാണ്ട് 100 കിലോമീറ്റർ ആവും. ചവിട്ടി മടുക്കും. അപ്പം അങ്ങനെ ആയിട്ടിരുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോരുത്തർ സെറ്റായിട്ടില്ല. അപ്പം അവൻ സെറ്റായിട്ട് എനിക്ക് സൈക്കിളോട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ചുമ്മാ അവിടെ പോയിട്ട് തിരിച്ചു വരേണ്ടി വരില്ലേ. അപ്പോൾ അവനോടൊന്ന് കാണാമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അവൻ സെറ്റായി കഴിഞ്ഞാൽ അവൻ്റെ ഓഫ് എങ്ങനെയും കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച നോക്കട്ടെ, ചിലപ്പോൾ പോയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകണം. അല്ലെങ്കിൽ ഇക്കയുടെ അടുത്തേക്ക് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഷാർജ പോയി ഇക്കയുടെ അടുത്തേക്ക് ഒന്ന് പോയാലോ എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുമെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാർജയ്ക്ക് പോകുന്ന റോഡില്ലേ, അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു തരും. അതേ നേരം എടുക്കും. നല്ല വെയിൽ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ ഓടാൻ പറ്റത്തില്ല. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി ചൂട്, പിന്നെ വേർത്ത് കുളിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ സൈക്കിൾ ഓടാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പോയാലോ, ഇനി പറഞ്ഞ് പുറപ്പെട്ട് യാത്രയിലൂടെ പറഞ്ഞു പോകും. യാത്ര തുടങ്ങാം. പക്ഷേ വേറെ നമ്മുടെ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റൈഡിങ്ങിന് പോയിട്ട് വരാം. നേരമൊക്കെ വെളുത്ത് വരുന്നുള്ളൂ. ഇത് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാം, ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ബൈക്കിൽ ടേലം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് റൈറ്റ് എടുത്ത് പോവാം. ഇങ്ങനെ അങ്ങ് പോവാം. ഇങ്ങനെ പോയിട്ട് ഷാർജ റോഡിന് ആ വഴിക്ക് പോയിട്ട് വരാം. അതായിരിക്കും നല്ലത്. നേരമൊക്കെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. സംഭവം ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പറക്കി വരുന്നുള്ളൂ. ഇതേ ലേബർ പവർ സൂപ്പർ മാർക്കറ്റ് അത് ഓണായി, അത് തുറന്നു കേട്ടോ. ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ചായ കുടിക്കാനുള്ള കടയോടെ ഉണ്ട് കേട്ടോ. അതായത് എല്ലായിടത്തും ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നുള്ളൂ. ഇതൊക്കെ ക്യാമ്പാണ് കേട്ടോ, ഇവിടുത്തെ ക്യാമ്പുകളാണ് ഇതിപ്പോൾ. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യാമ്പിനകത്തേക്ക് കയറുന്ന വഴിയാണ്. സംഭവം എല്ലാം തുറന്ന് പറക്കി വരുന്നുള്ളൂ. ഇതോട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാട്ടോ. എന്തോ വെയിറ്റ് ഷെഡില്ലേ, അതാട്ടോ സംഭവം. ഇത് ഓക്കെ, അങ്ങനെ സെറ്റപ്പാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ഇതേ കാണുന്ന ഒരു കുന്ന് കണ്ടോ, അങ്ങനത്തെ ഒരു കുന്ന് കാണുന്നുണ്ടോ, അവിടെ അതിൻ്റെ അപ്പുറം പോകട്ടോ. അതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ സൈക്കിളോടൊന്നും പോയിട്ടില്ല. പോയി നോക്കട്ടെ എങ്ങനെയുണ്ടോ സംഭവം അറിയാൻ. ഇത് നമ്മുടെ അന്ന് കുടുംബശ്രീ ഹോട്ടലിൻ്റെ ആ വഴിക്ക് പോയില്ലേ, ആ വഴിയാട്ടോ ഇത്. രാവിലെ എണീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. കാരണം 2 ആഴ്ച അടുപ്പിച്ചേർന്ന് ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോഴേ നല്ല സുഖം പിടിച്ചു. നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷികളുടെ സൗണ്ടൊക്കെ കണ്ടു. ഒരുപാട് നാളെ ഇങ്ങനെയൊക്കെ സൗണ്ട് പക്ഷികളൊക്കെ കേട്ടിട്ട്. പക്ഷിയുടെ കളകളാന്നാത്തും. ഇത് കുടുംബശ്രീ ഹോട്ടൽ. ഇതാട്ടോ, നമ്മൾ കാണിച്ചു തന്നില്ലായിരുന്നു. ഇതാണ് കുടുംബശ്രീ.
കുടുംബശ്രീ റെസ്റ്റോറൻറ്റ്. അതാണ് കുടുംബശ്രീ റെസ്റ്റോറൻറ്റ് കേട്ടോ. നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ചെറിയ തണുത്ത കാറ്റേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നേരം വെളുത്ത് വരുന്നുള്ളൂ, ചെറിയ തണുപ്പാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. ചൂടെന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റാത്ത ചൂടായിരിക്കും. എനിക്ക് മാസ്ക് മാറ്റാൻ പറ്റത്തില്ല. ഇവിടെ പോലീസ് CID കിടന്ന് കറങ്ങെടുപ്പുണ്ട് കേട്ടോ. ചുമ്മാ എന്തിനാ സീനാക്കണം, മാസ്കൊക്കെ മാറ്റി. അവിടുന്ന് ലെഫ്റ്റ് എടുക്കും കേട്ടോ. ജയക്കുമാറിൻ്റെ കുന്നുണ്ടോ, അതൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് കൊണ്ട് ഇടുന്ന കേട്ടോ. മുനിസിപ്പാലിറ്റിയുടെ സംഭവമാണ്. മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് കൊണ്ട് ഇടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ മണ്ണ അടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല, തല കറങ്ങി പോവാം. അയ്യോ, ഏതൊക്കെ കിളികളാണ് പറക്കുന്നത് നമ്പരേ മാത്രം അറിയാം. ഒടുക്കത്തെ മണ്ണായിട്ട് ഇവിടെയാണ്. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ പക്ഷേ അവരെ സിഗ്നലും കാര്യമെല്ലാം ക്രോസ് ചെയ്ത് കിടന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ഒരു ഓഫ് റോഡ് അടിച്ച് പോകണം. ഓഫ് റോഡിന് എൻ്റെ ചക്കം പൊലിയല്ലേ, പറന്നോളൂ. അയ്യോ, ഈ മണം അടിച്ചിട്ടേ ഞാൻ ആലോചിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയണമെന്ന് ഓർത്ത് വന്നാണ്. അതുപോലെ മറന്നു. പക്ഷെ എൻ്റെ പൊന്നിൽ എൻ്റെ അവസ്ഥയല്ലേ. ഇത് സൈക്കിൾ റൈഡ് ആൾക്കാർ പോകുന്നുണ്ടോ, അവർ ഫിലിപ്പീൻസ് ഉണ്ടോ. അവർ എല്ലാ വെള്ളിയാഴ്ച അമ്മരിങ്ങനെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി ഇറങ്ങും കേട്ടോ. നമുക്കിങ്ങനെ ഗ്യാങ്ങില്ല, അമ്മ ഗ്യാങ് അടിച്ചാൽ ഞാനൊരു സിംഗിളായിട്ട് അല്ല പോകുന്നത്. നമുക്ക് ഒരു ഗ്യാങ് അടിക്കാനായിട്ട് ഒരു കമ്പനി ഇതുവരെ കിട്ടില്ല. മുമ്പിൽ അമ്മമാരാണെങ്കിലും പൂപ്പറ്റി ഉറപ്പും. അവർക്ക് പിന്നെ അങ്ങനെ ചെയ്യണം ഒരു ഓർമ്മ അറിയത്തില്ല കേട്ടോ. അവർക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ക്രൈസല്ലേ, ഓരോ പ്രാന്തല്ലേ, ഓരോ സമയത്ത് ഓരോ പ്രാന്തല്ലേ. അങ്ങനെയായിട്ടോ ഈ സീസൺ പ്രാന്തെന്ന് പേര് വരാൻ കാരണം. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ സീസൺ പ്രാന്തെന്ന് പേര് വരാൻ കാരണം ആരായിട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഓരോ പ്രാന്ത് കാരണം അമ്മമാർ ചാർട്ട് തന്ന പേരാണ്. അങ്ങനെ എനിക്ക് കമ്പനി അടിക്കാൻ ആരുമില്ല. സൈക്കിൾ കൊണ്ട് പോകാൻ ആരെങ്കിലും കമ്പനി അടിക്കണ്ടല്ലോ. നമുക്ക് ഒരു ലോങ് ട്രിപ്പൊക്കെ അടിക്കാം. ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ്ങൊന്നും അല്ല, ചെറുതായിട്ട് അടിക്കാറുണ്ട്. ആരും കമ്പനിയില്ല. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറം ക്രോസ് ചെയ്തിട്ട് പോകാം. അപ്പുറം ക്രോസ് ചെയ്തിട്ട് പോകാം. ആ സിഗ്നലിപ്പോൾ കില്ലപ്പെട്ടിയേ ഉള്ളൂ. പട്ടി ഓണാവും. അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീക്കറിൻ്റെ ഓണാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ട് മൊത്തം പൊടിക്കാറ്റാണ്. പൊടിക്കാറ്റാണോ മഞ്ഞാണോ പറയുന്നില്ല. ഇത് ഫ്ലൈറ്റ് പറഞ്ഞു പോകുന്നു, കാണാമോ? ടേക്ക് ഓഫ് ചെയ്തിട്ട് പോകുന്നത്. നമുക്കത് അവിടെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്തോണ്ട് പോകാൻ കേട്ടോ. ഇത് മേളിൽ കണ്ട മല ഉണ്ട്. ഇത് മല കേട്ടോ. ഇത് കുന്ന് പോലെ ഉണ്ടാക്കിയിട്ടാണ്. ഒരു കുന്നാണ് ഇത്. ഇതിനോട് ഓണാവട്ടെ, കംപ്ലൈൻ്റ് ആണോ? ചില സിഗ്നൽ ഓണായിട്ടോ. നമ്മളിത് ഈ വഴിക്ക് കയറിയിട്ട് ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വണ്ടിയിലൊക്കെ പോയിട്ടുണ്ട്, അത് സൈക്കിളിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഉദ്ദേശിച്ച്. വണ്ടിയിലെ കാർ കൊണ്ടൊക്കെ ഇങ്ങനെ പോയിട്ട് ഓഫീസ്, നമ്മുടെ കമ്പനിയുടെ ഓഫീസ് ഈ വഴിക്കാണ്. ഈ വഴി ആ ബ്രിഡ്ജ് കയറിയിട്ട് താഴെ ഇറങ്ങിയിട്ട് നേരെ അങ്ങ് പോകണം. അവിടെയാണ് കേട്ടോ. അയ്യോ, ഈ കുന്നിന് തന്നെ മണമുണ്ടല്ലോ, പൊന്നണിയാ. അയ്യോ, കിളിയൊക്കെ ഏതെങ്കിലും കിളിയെ പറക്കണം, ഏത് സൈസ് കിളിയെ പറക്കണം എന്ന് പറയുന്നില്ല. ഇപ്പം ഞാൻ ബോധം കിട്ടി പോയി. അജാദ്യമാണ്. ശേ, വേഗം ചവിട്ടി പോയേക്കാം. ഇനി മണ അടിച്ചിട്ട് നിൽക്കാൻ വരെ. ഞാൻ മാസ്ക് വെച്ചാൽ കാരണം എൻ്റെ എക്സ്പ്രഷനൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു നേരെ സോനാപ്പൂർ ഉള്ളിലേക്ക് കയറും, സിറ്റിയിലേക്ക് കയറും. ഇവിടുന്ന് റൈറ്റാണ് ഷാർജയ്ക്ക് വന്ന റോഡ് കേട്ടോ. റൈറ്റ് ഷാർജയ്ക്ക് വന്നില്ല. നമുക്ക് സൈക്കിളൊക്കെ പോകാൻ പാത പോലെ ഇട്ടിട്ടുണ്ട്. ആ ഇതുണ്ട്, നമ്മുടെ നാട്ടിലെ കോളാമ്പി പോലത്തെ പോലെ ഒരു ദിവസം ആടെ പോട്ടെ. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ നീട്ടിയിട്ടൊക്കെ കേട്ടോ. നമുക്ക് ഞാൻ ഇതിനകത്തോടെ കയറും, നിങ്ങൾ വഴിയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഓക്കെ. ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കിടലല്ലേ ഇതൊക്കെ. നമ്മുടെ തോട്ടിന് റോഡ് വരുമ്പോഴത്തൊക്കെ നിങ്ങളുടെ സാധനം കേട്ടോ. ഇവിടെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ സാധനമാണ്. ഇതെവിടെ റോസ്, കടലാസ് റോസ കേട്ടോ. ഓരോ സൈസ് മരങ്ങളൊക്കെ എന്തുപോ, അത് പലപ്പൂ എന്തോ. ഇത് ആര്യവേപ്പ് കേട്ടോ. ആര്യവേപ്പ്
പൊളിച്ചില്ല, നല്ല സെറ്റപ്പ് ചവിട്ടി പോകാൻ ഇത് അതിലെ പോയിട്ട് എവിടെ ചെന്ന് ചാടും അറിയത്തില്ല. അവിടെ മിക്കവാറും തിരിച്ചു വരണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് റോട്ടിൽ കയറി ചവിട്ടിയാൽ മതിയായിരുന്നു. അവിടെ ചെല്ലും പിന്നെ വഴിയില്ലെങ്കിൽ സൈക്കിളൊക്കെ എടുത്ത് തരുന്ന പോലീസ് പിടിക്കും. ഓ ഗൈസ്, നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. ഇത് ഇതുണ്ടോ നമ്മുടെ ഈ കനാൽ വരമ്പത്തൊക്കെ നിൽക്കുന്നില്ലേ സൈസ് പുല്ലില്ലേ, ആ പുല്ലാണ് ഇവിടെ വന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? അയ്യോ, റോഡ് തീർന്നല്ലോ. നമ്മളിനി എങ്ങനെ പുറത്തേക്ക് പോകും? ഗൈസ് പെട്ട് ഗൈസ്. ഇതാണ് പെഡൽ എന്ന് പറഞ്ഞത്, സൈക്കിളിൻ്റെ പെഡലല്ല. ഞാൻ പെട്ട്. ഇവർക്കിത് പണിതപ്പോൾ അങ്ങ് നീട്ടിയൊക്കെ പണിത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് റിട്ടേൺ ചവിട്ടണ്ടേ ഗൈസ്. ഇതൊക്കെ എന്ത് സൈസ് പോകാന്ന് നോക്കി. ഇത് പറ്റി നമ്മുടെ 4 മണി പുഷ്പമില്ലേ, ആ ടൈപ്പ് പോവാട്ടോ. പേര് മണിശ്ശേരി എന്നങ്ങടെ പേരെന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ തോട് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സാധനം കേട്ടോ. ഇതൊക്കെ പിടിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കൊള്ളാം എന്തായാലും. മുനിസിപ്പാലിറ്റിക്കാരും കോർപ്പറേഷനുകാരും ഇവിടെ എന്താ പറയുക, കാണാനൊക്കെ കുറച്ച് രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഴപ്പമില്ല. വേറെ നമ്മളങ്ങനെ ഇതേ റോട്ടിൽ കയറി കേട്ടോ. ഒരു വിധത്ത് തിരിച്ചു പോയി ചവിട്ടിയ റോട്ടിൽ കയറി കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ മറ്റേ കോളാമ്പി കേട്ടോ. കോളാമ്പി കൂടെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണിൽ കൊണ്ടുപോയി സൈക്കിൾ. ചവിട്ട് കയറ്റാനോ ഈ മണി സൈസ് മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയൊക്കെ ഞങ്ങൾ താന്നു പോകും. പിന്നെ കയറി വരത്തില്ല എന്തായാലും. അതെ, കുന്നെന്ന് പറഞ്ഞാൽ പൊന്ന് എന്നെ വലിയ കുന്ന് മല പോലെ ഉണ്ട് കേട്ടോ. എൻ്റെ മേളിലേക്ക് കയറാൻ പറ്റത്തില്ല. കയറിയാൽ നിങ്ങൾ വേസ്റ്റ് കൊണ്ട് വരുന്ന സ്ഥലം കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മണം കുറവുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് മണം കുറവുണ്ട്. ഈ വഴിക്കാണ് രാത്രി ഒരു ഈ സമയമൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ദുബായിലേക്ക് പോകാൻ തിരക്കും. രാത്രി ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് പോകാൻ തിരക്കും കേട്ടോ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അനങ്ങത്തില്ല. കിഴങ്ങത്തിൽ വണ്ടി അനങ്ങത്തില്ല. അവിടെ കേട്ടപ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറാണ്. പിന്നെ സൂര്യനെ കുത്തി വരുന്നുണ്ട്. സൂര്യൻ ആ അവസ്ഥയാണ്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോവാം. റൈറ്റ് എങ്ങോട്ടേക്കാണെന്ന് അറിയത്തില്ല. ഇതിനകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലെന്ന് തമ്പുരാൻ അറിയാം. എന്നിട്ട് അങ്ങനെ പോകാം. ഇതിനകത്തേക്ക് എനിക്ക് തോന്നുന്നു അറബികൾ താമസിക്കുന്ന വീടുകളൊക്കെ അറബികൾ താമസിക്കുന്നില്ല. അവിടെ പ്രാവശ്യം പണിയാനായിട്ട് ഇവിടെ വന്നു. ചെറിയൊരു ഓർമ്മ ഉള്ളൂ കേട്ടോ. നോക്കട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ തേൻ്റെ ഉള്ളിൽ കയറിയിട്ട് റിട്ടേൺ തന്നെ തിരിച്ചറിഞ്ഞ് വരാം. ഷാർജയ്ക്കുള്ള റോഡാണ് നോക്കട്ടെ. ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ സംഭവം കാണാം. രാവിലെ തീറ്റ തേടി പോകുന്ന പക്ഷികളൊക്കെ ഉണ്ടോ. സൂര്യനെ ഉദിച്ച് വരുന്നുണ്ടോ. നല്ല വ്യൂ കേട്ടോ. ദൂരെ വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോരെ. കാറ്റിൻ ഗതിയറിയാതോരോ വഴികളിലും പോകാൻ നീയുണ്ടൽ പോരെ. പേമാരി കോളും വന്നേ കാറിൻ കലമേലെ കണ്ട് മലമൂടും ആ മലമുകളിൽ തൂങ്ങലുണ്ടേ. പേമാരി കോളും വന്നേ കാറിൻ കലമേലെ കണ്ട് മലമൂടും ആ മലമുകളിൽ ഇടിമിന്നൽ തൂമലുണ്ടേ. അയ്യോ, അതോടെ കിടക്കുന്നുണ്ട്. 2 ആഴ്ച സൈക്കിൾ ഓടാട്ടിരുന്നിട്ട് സൈക്കിളോട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കിടക്കുന്നു. കണ്ടിന്യൂസ് ഓട്ടിയാലും പിന്നെ കുഴപ്പമില്ല കേട്ടോ. ആ നമ്മുടെ അതേ ഉദിച്ചു നമ്മുടെ ജിഞ്ചിനാക്കടാ പൊളി കേട്ടോ. മലയുടെ ഒന്നും ഇടയ്ക്കൂടെ ഉദിച്ചു വന്നില്ലെങ്കിലും 2 കെട്ടിടത്തിൻ്റെ ഇടയ്ക്കൂടെ സൂര്യൻ ഉദിച്ചു പോകും. എന്നാലും പൊളി വ്യൂ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും കാണുന്നേക്കാളും സെറ്റപ്പ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ നീണ്ടു നീർന്ന് കിടക്കും കേട്ടോ. കൂടുതൽ എവിടെ പോയി അവസാനിക്കും ഒരു പിടിപാടുമില്ല. ചവിട്ടിയാണ് ഞാൻ കുഴഞ്ഞു. 2 ആഴ്ച സൈക്കിൾ എടുക്കായിരുന്നോട്ടെ. പെട്ടെന്ന് സൈക്കിൾ എടുത്തപ്പം ചെറുക്കണ WD-40 ഒക്കെ ആയിട്ട് അടിച്ച് സെറ്റപ്പായിട്ട് വെച്ചേക്കും കേട്ടോ. കിടക്കാൻ മിന്നി തിളങ്ങട്ട കൂടെ.
ചെറുക്കനെ എല്ലാവരും അന്വേഷിക്കണ്ടായിരുന്നു. ജിംബ്രൂട്ടിനവിടെ ഇരിക്കുന്നു കേട്ടോ. ചെറുക്കൻ അങ്ങനെ എടുത്ത് നമ്മൾ പൊക്കിയെടുത്തു. ചെറുക്കൻ ഇപ്പോഴൊന്ന് സെറ്റായി ഓണായി വരണം കേട്ടോ. ഇത് അങ്ങ് ദൂരെ കിടക്കട്ടോ. അത് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടോ. സോളാറിൻ്റെ കേട്ടോ, സോളാർ ടൈപ്പാണ്. ഇവിടെ പകുതി സാധനങ്ങളെല്ലാം സോളാർ വെച്ച് സെറ്റ് ചെയ്തത്. സൂര്യൻ ഉദിച്ചേർന്നണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ, നല്ല ചൂടും. ഞാൻ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, ഗ്ലൂക്കോസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറ്റിയല്ല ഇവിടുത്തേക്ക്. ശരീരം എന്നാൽ സെറ്റായി വരുന്നുള്ളൂ. നല്ല ചുവന്നല്ലല്ലോ, ചുവപ്പൊക്കെ കഴിഞ്ഞു. ചുവപ്പാണെങ്കിൽ കുറച്ചുകൂടെ മലയുടെ ഒക്കെ അടുത്ത് എന്നാലും ചുവപ്പാണ്. സ്വർണ്ണമുഖ സൂര്യൻ അങ്ങ് നീണ്ടോറും കിടക്കുന്നുണ്ടോ. എവിടെയൊക്കെ അവസാനിക്കും അറിയത്തില്ല. ഇത് ഡിവൈഡർ കണ്ടോ, ഡിവൈഡർ കണ്ടോ. ഇവിടെ ഒന്ന് യൂ ടേൺ ചെയ്യാൻ പറ്റത്തില്ല. യൂ ടേൺ ചെയ്യാൻ പറ്റിയായിരുന്നു ഇവിടുന്ന് ചാടി കിടക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ. ഇതിപ്പോൾ അങ്ങ് അറ്റത്ത് സിഗ്നലിൽ നിന്ന് സീബ്ര ലൈൻ ക്രോസ് ചെയ്തിട്ട് വേണം ഇപ്പുറത്തെ റോഡിലേക്ക് വരാൻ. ഇത് ചടങ്ങാലേ. എനിക്കൊരു പ്രാന്താണ്. എന്നാൽ പിന്നെ ഒന്നും കിടന്നാൽ പോലെയാണ്. ഇതൊക്കെയല്ലേ അതാണ് പ്രാന്ത്. ഇങ്ങനെ ചെയ്യുന്നതിലാണ് പ്രാന്ത്. അതാണ് ഞാൻ സീസൺ പ്രാന്തത്തിന് പേരിട്ടങ്ങനെ. ഒരു തരം പ്രത്യേക തരം പ്രാന്ത്. ഒരു വെള്ളിയാഴ്ച ദിവസം കിട്ടുമെന്ന് എനിക്കായിരുന്നു ഉറങ്ങാൻ വരാറുണ്ട്. പക്ഷെ അതങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുമോ? സൂര്യനകം പൊങ്ങിയുടെ മേളിൽ പൊങ്ങി. ഇനിയിപ്പോൾ കത്തി ഉരുക്കി. ഇവിടെ എന്തോ റോഡ് വർക്ക് നടക്കുമെന്ന് തോന്നുന്നത്. നമുക്ക് അവിടെ നിന്ന് നേരെ പോകണോ ലെഫ്റ്റ് പോകണം? അപ്പോൾ നേരെയാണ് നമുക്ക് പോകണ്ട. കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തതിന് ഉള്ളിലേക്ക് എന്താ നോക്കിയിട്ട് വരാം. ഇവിടെ അല്ലേ ഉള്ളിലൊളി അവിടെ അപ്പുറം പോയിട്ട് വരാം കേട്ടോ. ഒറ്റ മനുഷ്യല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഹർത്താലൊക്കെ പോരെ, എല്ലാ ദിവസവും ഫുള്ള് ഓഫ്. ഒറ്റ മനുഷ്യല്ല കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ ഹർത്താലൊക്കെ വരത്തില്ലേ, അതുപോലെ ആരുമില്ല ഇവിടെ. ഇത് ഏത് സിറ്റി ആണെന്ന് അറിയാമല്ലോ. സോണാപ്പൂർ തന്നെയാണ്. ചവിട്ടി എവിടെയൊക്കെ മാപ്പ് ഞാനെടുത്ത് ഇട്ടെടുക്കാം. അതുകൊണ്ട് എവിടെ എത്തി എങ്ങനെ എത്തി അറിയാൻ. നമ്മൾ നേരെ തന്നെ കേട്ടോ പോണേ. നേരെ തന്നെ പോയി എവിടെ പോകുന്നു അറിയത്തില്ല. ചുമ്മാ പോയിട്ട് വരാം. കടകളും കാര്യങ്ങളൊക്കെ തുറന്ന് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. ഈ സമയം തൊട്ട് ആരും തുറന്നിട്ടില്ല. സമയം 7 മണിയാവുന്നേ ഉള്ളൂ കേട്ടോ. 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടായിട്ടോ. ആ തണുപ്പൊക്കെ മാറി ചൂടായിട്ട് അടിച്ചു തുടങ്ങി. ഈ പെട്ടെന്ന് തന്നെ ചൂടാകും. ഉച്ച ഒരു 10-9 മണി വരെ സൈക്കിൾ ഇടാൻ പറ്റത്തില്ല, നല്ല ചൂടായിരിക്കും. നമുക്കിത് സിഗ്നലിൽ നമുക്ക് നേരെ പോയി നോക്കാം അങ്ങോട്ടേക്കാണ് പോകണം. എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് ഷാർജ ബോർഡർ കഴിഞ്ഞു കേട്ടോ. ഷാർജ ബോർഡറൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടി കയറി ഇവിടെ സീബ്ര ലൈനേ റെഡും വൈറ്റും കോമ്പിനേഷൻ ആട്ടോ. മറ്റേതൊക്കെ റെഡും ബ്ലാക്കും കോമ്പിനേഷനാണ്. എന്താണോ അങ്ങനെ ഇത് സ്കൂളിൻ്റെ കോമ്പൗണ്ടാട്ടോ. അത് സ്കൂൾ കോമ്പൗണ്ടാണ്. ഇത് ദില്ലി പ്രൈവറ്റ് സ്കൂൾ കേട്ടോ. ദില്ലി പ്രൈവറ്റ് സ്കൂൾ. കുറേ സ്കൂൾ ഇവിടെ മൊത്തം സ്കൂളുകളാണല്ലോ ഇവിടെ. ഇതൊരു സ്കൂൾ, ഇത് സ്കൂളാട്ടോ. ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ഇത് ബസ് കിടക്കുന്നുണ്ട് അവിടെ. ഇവിടെ മൊത്തം സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് തോന്നുന്നു. സ്കൂൾ ബസ് അവിടെ കിടപ്പുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച അവിടെ ഓഫായിരിക്കും. അച്ഛാവരെ ഇതേ ഒരു ബ്രിഡ്ജിൻ്റെ വെള്ളിയുടെ കയറി കേട്ടോ. ഇത് എങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊന്നും അറിയാൻ മേല. ഏതായാലും ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറി. ഇതേ പള്ളി കണ്ടോ, ഇത് മുസ്ലിം പള്ളി. അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അതിനകത്ത് കയറാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ പറ്റുമോ? ഇത് തേയില് ഒരു രക്ഷയില്ല കേട്ടോ. തേയില് മൂത്ത് വരുന്നുണ്ട്. എൻ്റെ പുറകിലേക്ക് ഞാൻ വന്ന വഴി മൊത്തം സ്കൂളിലായിരുന്നു കേട്ടോ. ഒരു സ്കൂൾ, യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ സംഭവം സ്ഥലമായിരുന്നു. ഇപ്പോൾ ഫുള്ള് പച്ചപ്പാട്ടോ. ഇവിടെ വൈകുന്നേരം വന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഷാർജ ബോർഡർ കഴിഞ്ഞ് സോനാപ്പൂർ ബോർഡർ കഴിഞ്ഞ് ഷാർജയിലേക്ക് കയറി കേട്ടോ.
അതെ ഷാർജ തന്നെയാന്ന് തോന്നുന്നു. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതാ എന്തോ അക്കാഡമി കേട്ടോ. വെയിൽ പറഞ്ഞെങ്കിൽ കാണാൻ പറ്റിയില്ലായിരുന്നു. ഇത് ഹോളി ക്യൂറിൻ അക്കാഡമി. എന്തോ അക്കാഡമി അങ്ങനത്തെ പള്ളിയായിരിക്കും. ആ ഷേപ്പൊക്കെ കണ്ടപ്പോൾ ഞാനത് പള്ളിയായിരിക്കും. അതെ എവിടെ കേട്ടോ പള്ളി. അങ്ങനെ സ്ഥലം കൊള്ളാം. നമുക്ക് ഇതൊന്ന് റൗണ്ട് അടിക്കാം. അപ്പോഴത്തേക്കൊരു നേരം ഇതിനൊക്കെ തിരിച്ചു പോകും. നമുക്ക് ലോങ് ട്രിപ്പ് ആയതല്ലോ ഞാൻ പ്ലാൻ ചെയ്തത്. എന്തായാലും നടന്നില്ല. അമ്മമാർ ബിസി ആയിപ്പോയി. അവർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേലിൽ നിന്ന് ഫുട്പാത്തിൻ്റെ മേലിൽ നിന്ന് താഴേക്ക് അടിക്കാനും കയറ്റാനാണ് പാട്. സൈക്കിൾ വ്യൂ അല്ലാത്തതുകൊണ്ട് റോഡല്ലാത്തതുകൊണ്ടേ ആണ്. സംഭവം കൊള്ളാട്ടോ. ഇത് റോളയുടെ അടുത്തെത്തിയില്ല. റോളയുടെ അടുത്തല്ല. ഇത് ഏതാണോ സ്ഥലം ഒരു പിടിപാടുമില്ല. മാപ്പിട്ട് ഓണാവുന്നില്ല. മാപ്പ് ഓഫ്ലൈൻ ആയിപ്പോയി. എല്ലാവരും മാപ്പ് ഓണാക്കാം. മാപ്പ് പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് അത് ഓണാവുന്നില്ല. ഓഫ്ലൈൻ മാത്രം കാണിക്കുന്നില്ല. കുഴപ്പമില്ല. ഇവിടെ കറങ്ങിട്ട് തിരിച്ചു പോകും. ഫുള്ള് പച്ചപ്പാട്ടോ. ഇവിടെയൊക്കെ പുതിയ ചെടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാട്ടോ. ഇതിന് ഞാൻ ഒരു പ്രാവശ്യം അങ്ങോട്ട് വണ്ടിയിലൂടെ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കോ വന്നു സൈക്കിൾ എടുത്തിട്ട് തന്നെ നല്ല കേട്ടോ. രണ്ട് തന്നെ പറഞ്ഞു ചാർജ് അടിക്കട്ടെ. ഇത് എങ്ങനെ ചാർജ് അടിക്കാൻ നോക്കിയും പറക്കിയും കടന്നില്ലെങ്കിൽ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകും. അത് വേറൊരു രസം കേട്ടോ. ഇത് അക്കാഡമി എന്നാ വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പൊളി. നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലേ. നമ്മൾ 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. നമ്മൾ കൊള്ളട്ടെ. എന്തായാലും വെള്ളിയാഴ്ച ആണ്ടും ആരും കാണുന്നില്ല. ഓഫാൻ പോകില്ല. വെള്ളിയാഴ്ച ദിവസം പബ്ലിക് ഹോളിഡേ. അയ്യോ പോലീസ് സ്റ്റാൻഡിൽ പിടിക്കാനാണോ? പോലീസ് വന്ന് നമ്മൾ ചങ്ക് കുറച്ച് നിൽക്കും. ചുമ്മാ പേടിക്കാതാടാ. അയ്യോ മുട്ടൊക്കെ എടുത്ത് കുളം ഏതോ കുതിരയുടെ കുളമ്പടി കേൾക്കുന്നുണ്ടല്ലോ. കുതിരയുടെ കുളമ്പടി എവിടെ നിന്ന് ഒരു കുതിരയുടെ കുളമ്പടി കേൾക്കുന്നുണ്ടല്ലോ. അത് കുതിരയുടെ കുളമ്പടിയല്ല, എൻ്റെ മുട്ട് കൂട്ടിയിരിക്കുന്നതാണ്. ഞാനിത് പോയി ഇത് അങ്ങോട്ട് പോണത്. ഓക്കെ തിരിച്ചു പോവാം. അതിനായിട്ട് രക്ഷയില്ല. അയ്യോ അങ്ങനെ തിരിച്ചു പോകാം കേട്ടോ. വെയിൽ മൂത്തു. ഏതാണ്ട് ഒരു 10-16 കിലോമീറ്റർ വരെ വൺസൈഡ് ചവിട്ടിയിട്ടുണ്ട്. തിരിച്ചു പോവാം. വെച്ചാൽ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. നമ്മളൊരു 10-16 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചവിട്ടിയിരുന്നാലേ വെയിൽ മൂക്കും. പിന്നെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വല്ല പോകണമെങ്കിൽ അവിടെ പോയിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് വെള്ളം കുടിച്ച് ഒരു വർത്താനമൊക്കെ പറഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്യാം. അവിടെ നമ്മുടെ അൽക്കൂസിലും ഒക്കെ ആയിട്ട് നമ്മുടെ കമ്പനിക്കാരുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോയി നോക്കാം. പിന്നെ അവിടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് സൈക്കിളോട്ട് അടുത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സമ്മതിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നമുക്ക് ഇക്കടെ നൈസായിട്ട് ലൊക്കേഷൻ മേടിച്ചിട്ട് നൈസായിട്ട് അങ്ങ് പോകാം. നല്ല സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഞാൻ വെളുപ്പിന് എഴുതിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നോക്കട്ടെ. ഇക്ക സമ്മതിക്കുമല്ലോ എന്ന് അറിയാൻ പറ്റില്ല. വരണ്ടെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞോളേ. സൈക്കിളോട്ട് വരണ്ടെന്നാ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ടാക്സി വിളിച്ചോ ബസ് കയറിയോ വന്നു നിർത്തോ വെക്കൊക്കെ ഒരു കുഴപ്പമില്ല. നമ്മൾ വണ്ടി വിളിച്ചോ സൈക്കിളോട്ട് വരണ്ടെന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളോട്ട് എങ്ങനെ പോകാനാണെന്ന് ഒക്കെ വിചാരിക്കും. സ്ട്രെയിറ്റ് റോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്രോസ് ചെയ്ത് ചിലപ്പോൾ സ്ഥലമൊന്നും കിട്ടില്ല എന്നൊക്കെ വരും. അതുകൊണ്ടാണ് നോക്കട്ടെ. ഞാൻ ഏതായാലും പോയിരിക്കും. വേർത്ത് കുളിച്ചു വച്ചാൽ വരെ
വേർത്ത് കുടിച്ച് പോലീസ് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അയ്യോ ഇത് ഇതിനകത്ത് കയറി വന്നു. ആ പുറത്തോട്ട് ഇറങ്ങും. ഇതാട്ടോ അതെ അക്കാദമിയുടെ അടുത്തെത്തിട്ടോ. ഇതൊന്നും കൊള്ളാം, അങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. കൊള്ളാം കൊള്ളാം. ഇതൊരു റൗണ്ട് ബോട്ടാണ്. എനിക്ക് സെറ്റ് ചെയ്തേക്കണൊക്കെ പോവും കാര്യങ്ങളൊക്കെ പൊളിയല്ലേ. ഫുള്ള് റൗണ്ട് ഇങ്ങനെ അറച്ചും പൂച്ചെടി കൊണ്ട് സെറ്റ് ചെയ്തെടുത്ത് കോളാമ്പ് പോലത്തെ പോകട്ടോ. നമ്മുടെ നാട്ടിൽ വയലറ്റും മഞ്ഞയും കോളാമ്പുകളും, ഇവിടെ പലതരത്തിലുള്ള കോളാമ്പ് ഉണ്ടല്ലോ. കൊള്ളാം എന്തായാലും. ഇതായിട്ട് അക്കാദമി അക്കാദമി ഇങ്ങനെയാന്ന് എഴുതി വെച്ചേക്കണത്. ഇതായിട്ട് അക്കാദമി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊളി പൊളി പൊളി. അപ്പോൾ മച്ചാവരെ നമ്മളിത് ഇവിടെ കിടന്ന് കുറേ കറങ്ങിയിട്ട് നമ്മളിത് അക്കാദമിയുടെ ഈ ഗ്രൗണ്ടിൽ കിടന്ന് നമ്മൾ കുറേ കറങ്ങിയിട്ട് കുറേ നേരം സൈക്കിൾ ഓട്ടി ഇവിടെ കിടന്നത്. അപ്പം ഇത് നമ്മൾ തിരിച്ച് പോകട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പിലേക്ക് ഇങ്ങനെ തിരിച്ച് പോകാം കേട്ടോ. ഇനി ഏത് വഴിക്കാണ് പോണേ, എങ്ങനെ പോണേന്ന് അറിയുന്നില്ല. ഞാൻ നോക്കട്ടെ ഏത് വഴിക്കാണ് പോകാൻ പറ്റുമെന്നറിയത്തില്ല കേട്ടോ. ആ ബ്രിഡ്ജ് കയറണം. നമ്മൾ ഇതേ കാണുന്ന ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് നമുക്ക് കയറണം. അപ്പം ആ ബ്രിഡ്ജിനെ അങ്ങോട്ടേക്ക് കിടക്കണം നമുക്ക്. അയ്യോ മടുത്തുപോയി. സൈക്കിളും മടുത്തു കേട്ടോ. ഇത് അക്കാദമി കാണത്തില്ലേ, വെയിൽ സൂര്യൻ ഉദിച്ചു വന്നു കേട്ടോ. അത് സൂര്യൻ കണ്ടോ ഉദിച്ചു വന്നു. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുമുണ്ട്. സമയം 8 മണിയായി കേട്ടോ. നമ്മളിത് അപ്പുറത്തേക്ക് കിടക്കണം. സൈക്കിളിൽ നിന്ന് ചെറുക്കനെ എടുത്ത് പൊക്കി കയറണം കേട്ടോ. സംഭവം അതൊരു സ്ഥലം കൊള്ളാട്ടോ. അവന് കിടുക്കാച്ച സ്ഥലം, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റപ്പായിട്ട് വെക്കണം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് തോന്നുന്നു, റോള് ഈ ഭാഗത്തേക്ക് അടുത്തായിട്ടൊക്കെ കണ്ടാൽ തോന്നുന്നു. ഇതേപോലെ നമ്മൾ ബ്രിഡ്ജ് കയറാൻ പോകട്ടോ. അപ്പുറത്തെ സൈഡിൽ കൂടെ കൊണ്ടേക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകും. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് സിഗ്നൽ ക്രോസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വന്ന അതേ വഴി കൂടെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബ്രിഡ്ജ് ചവിട്ടി കയറ്റണം, അതാണ് വിഷയം. ചവിട്ടി കയറ്റുമ്പോൾ തന്നെ മടുക്കും. ഇപ്പം കൊള്ളാട്ടോ. അത് നമുക്ക് ഇതൊരു മുസ്ലിം പള്ളി കിടപ്പുണ്ട്. ഇത് അക്കാദമി. ഇവിടെ കുറേ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. മച്ചാന്മാരെ നമ്മൾ ഈ വഴിക്ക് വന്നപ്പോഴും ഇവിടെ ക്രിക്കറ്റിൻ്റെ മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ മാച്ച് കാര്യങ്ങളൊക്കെ നടക്കണം കേട്ടോ. ജേഴ്സിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടല്ലോ. ഏത് മാച്ചാണെന്ന് അറിയത്തില്ല. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെള്ളിയാഴ്ച ദിവസം അത്യാവശ്യം എല്ലായിടത്തും മാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിക്കറ്റ് മാച്ച്. ഫുട്ബോളിൻ്റെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ക്രിക്കറ്റ് മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ. ഫുട്ബോളിന് എവിടെയാണെന്ന് അറിയത്തില്ല. ഇത് എവിടെയെങ്കിലും കാണും. വരെ നമ്മൾ രാവിലെ തിരിച്ച് റിട്ടേൺ പോയ സ്ഥലത്തോട് നമ്മൾ ആ സ്ഥലത്തോട് തിരിച്ച് പോകുന്നു. നമ്മൾ രാവിലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഭ്രാന്ത് എന്തൊക്കെയാണ്. എൻ്റെ ഭ്രാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വല്ലാത്ത ഭ്രാന്താട്ടോ. എല്ലാവരും പറയില്ലേ, ഇതൊരു വല്ലാത്ത ഭ്രാന്തായി പോയി എന്ന് പറയില്ലേ, ആ ടൈപ്പ് ഭ്രാന്താട്ടോ. എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. എൻ്റെ ഭ്രാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റാറ്റസ് പറഞ്ഞാൽ ആനയുടെ സ്റ്റാറ്റസ് ആയിരിക്കും. ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് എനിക്ക് തരുന്നത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ആനപ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വല്ലാത്ത ഫീൽ ചെയ്യുന്നതാണ്. ആനയുടെ കൂടെ നിൽക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവരും കൊതിക്കുന്നുണ്ട് കേട്ടോ. ഞാനും കൊതിക്കുന്നുണ്ട്. അതാണ് എൻ്റെ പ്രാന്ത്. പിന്നെ ഉള്ളൊരു പ്രാന്ത് എന്ന് പറഞ്ഞാൽ വണ്ടിപ്രാന്തുണ്ടോ. വണ്ടിപ്രാന്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബസ്സുകളിൽ KSRTC ആണ്. ഇതൊക്കെയാണ് എൻ്റെ പ്രാന്ത്. ഇതൊക്കെ കാണിക്കുന്നത് തന്നെ നാട്ടിൽ പോയാലേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ പ്രാന്തുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പ്രാന്തുകളുണ്ട്. അതിൻ്റെ അകത്ത് കുറേ എണ്ണം എല്ലാത്തിനകത്ത് നമ്മൾ കൈ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കാണിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. കാണിക്കാൻ പറ്റുമായിരിക്കും. അതിനാണല്ലോ നമ്മൾ നടക്കുന്നത്. വെയിൽ മൂത്ത് കേട്ടോ. വെയിൽ മൂത്ത് ഞാൻ ഉച്ചയിലെത്തിയിട്ടുണ്ട്. സമയം ഒരുപാടൊന്നും ആയിട്ടില്ല. പക്ഷേ വെയിൽ ശരിക്കും മൂത്തിട്ടുണ്ട്. നല്ലപോലെ വെയിലുണ്ട്, നല്ലപോലെ ചൂടുമുണ്ട്.
ഒരു രക്ഷയില്ല കേട്ടോ. കണ്ണൊക്കെ അടഞ്ഞു വന്നിട്ട് ഇപ്പോൾ വെയിലാട്ടോ. നല്ല പൊടി, നല്ല പൊടിക്കാറ്റും. ഇനിയിപ്പോൾ അങ്ങോട്ട് പൊടിക്കാറ്റും വെയിലും ചൂട് മാത്രമാണ് കേട്ടോ. നമ്മുടെ മറ്റേ മഞ്ഞ് സീസൺ പോയി ആ സീസൺ അങ്ങ് പോയി. ഇതൊരു സീസണാണ് കേട്ടോ. സീസൺ പറഞ്ഞാൽ അതിനകത്ത് ഫുള്ള് സീസൺ ഇല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോന്നും ഇങ്ങനെ മാറി വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ചകൾ. നമുക്കിത് അവിടെ നിന്ന് ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് റൈറ്റ് കിടക്കണം. റൈറ്റ് കിടന്നിട്ട് കാണാട്ടോ. ചവര നമ്മളിങ്ങനെ സ്വർണ്ണപ്പൂർ ഗ്രാൻഡ് സിറ്റി അടുത്തെത്തിട്ടോ. ഇതാട്ടോ ബസ് സ്റ്റേഷൻ. നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബസ് സ്റ്റേഷൻ, സോനപ്പുറ ബസ് സ്റ്റേഷൻ. ഇതാട്ടോ. ഇത് തൊട്ടപ്പുറത്താണ് ഇവിടെ ഗ്രാൻഡ് സിറ്റി ഉള്ളത്, 10 ഹൈപ്പർ മാർക്കറ്റ്. എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. ഇത് തിരക്കായി തുടങ്ങിട്ടോ. വെള്ളിയാഴ്ച കൊണ്ട് എല്ലാവരും പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മാസാദ്യമല്ലേ, എല്ലാവർക്കും സാലറി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഷോപ്പ് ചെയ്യണം, കറങ്ങണമൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും മാളിലൊക്കെ പോകാനായിട്ട് വന്നേക്കോട്ടോ. ഇവിടെ തിരക്കായി തുടങ്ങി. പക്ഷേ അവരെ നമ്മളങ്ങനെ നമ്മുടെ ക്യാമ്പിൻ്റെ അവിടെ എത്താറായിട്ടോ. ഇപ്പോൾ നമ്മൾ ക്യാമ്പിലേക്ക് കയറും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ വെച്ചല്ലല്ലോ പോകുന്നത്, ഒരു ലൊക്കേഷൻ വെച്ചല്ലല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ കിടന്ന് തേരാപ്പാരം അടിച്ചിട്ടൊരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ലൊക്കേഷൻ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു സെറ്റപ്പായിരിക്കും, പൊളിയായിരിക്കും നമുക്ക് കറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആരും ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ, അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നില്ല, എല്ലാവരും ഡ്യൂട്ടിക്ക് വന്നിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ദിവസവും ചിലവർക്ക് ഡ്യൂട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാൻ നമ്മളിത് അങ്ങനെ നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് എത്തി. എന്താ ഒരു ഡെസ്റ്റിനേഷൻ, നമുക്ക് ലൊക്കേഷനോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയല്ല പോകുന്നത്, ചുമ്മാ ഇതിലൂടെ നമ്മൾ തേരാപ്പാരം അടിക്കുന്നുള്ളൂ. എന്തെങ്കിലും ലൊക്കേഷനോ എന്തെങ്കിലും എന്താ പറയുക ഇത് കാണിക്കാനായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല മീൻസ് നമ്മളിത് കേട്ട് പരിചയമില്ല. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഈ റോളേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മൾ കൂടെ ആരുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കൂട്ടുകാരായിരുന്നു. പിന്നെ നമുക്കൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അൽക്കൂസിലേക്ക് പോകാം. അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് യാത്രയും ഒരു ലോങ് ആയിരിക്കും, ഒരു ലോങ് റൈഡായിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയായിട്ട് നമുക്ക് കാര്യങ്ങൾ. അപ്പം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ലൊക്കേഷനോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ നമുക്ക് പോകുമായിരുന്നു. ഈ 3 ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അമ്മയോട് തൊട്ടടുത്തുള്ളതെന്ന് തോന്നുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാം. പക്ഷേ ഞാൻ എണീക്കും കുറച്ച് ലേറ്റായി പോകും. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടേ കാര്യമുള്ളൂ. ഒരു 4 മണി ഒക്കെ ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് കിട്ടി കഴിഞ്ഞാൽ കിടിലായിട്ട് പോയിട്ട് വരാം. അപ്പം ഇത്രയുള്ള നമ്മളെ കാര്യം. സൈക്കിളൊക്കെ പറഞ്ഞ അവിടെ മുഷിഞ്ഞ് കൊണ്ടിരിപ്പുണ്ട്. ഇടയ്ക്കൊന്ന് തുടയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താ പറയുക, നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നില്ല, ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ എന്താ പറയുക, ചെറിയ മടുപ്പുണ്ടായിരുന്നു 2 ആഴ്ച സൈക്കിൾ എടുക്കുന്നതല്ലേ. അപ്പം എന്താ പറയുക, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.